ഓം ശാന്തി. 21/7/25. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പുരുഷാർത്ഥം ചെയ്ത് ദൈവിക ഗുണങ്ങൾ നല്ല രീതിയിൽ ധാരണ ചെയ്യണം. ആർക്കും ദുഃഖം കൊടുക്കരുത്. നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയും ആസുരീയം ആകരുത്. ചോദ്യം: ഏതൊരു ആസുരീയ ഗുണം നിങ്ങളുടെ അലങ്കാരത്തെ അലങ്കോലമാക്കുന്നു? ഉത്തരം: പരസ്പരം അടിയും വഴക്കും കൂടുക, പിണങ്ങുക, സെന്ററിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കുക, ദുഃഖം കൊടുക്കുക. ഇവ ആസുരീയ ഗുണങ്ങളാണ്. അത് നിങ്ങളുടെ അലങ്കാരത്തെ അലങ്കോലമാക്കുന്നു. ഏത് കുട്ടികളാണോ ബാബയുടേതായതിനു ശേഷവും ഈ ആസുരീയ ഗുണങ്ങളെ ത്യാഗം ചെയ്യാത്തത്, തലകീഴായ കർമ്മം ചെയ്യുന്നത്, അവർക്ക് വളരെയധികം നഷ്ടമുണ്ടാകുന്നു. കണക്കുകൾ തന്നെ കണക്കുകൾ ആയിരിക്കും. ബാബയോടൊപ്പം ധർമ്മരാജനുമുണ്ട്. ഗീതം ഭോലാനാഥനിൽ നിന്നും വേറിട്ടതായി. ഓം ശാന്തി. ആത്മീയ കുട്ടികൾ ഇതറിഞ്ഞു കഴിഞ്ഞു. ഉയർന്നതിലും ഉയർന്നത് ഭഗവാനാണ്. മനുഷ്യർ പാടുന്നു, നിങ്ങൾ ദിവ്യ ദൃഷ്ടിയിലൂടെ കാണുന്നു. നിങ്ങൾ ബുദ്ധി കൊണ്ടും ഇതറിയുന്നു. നമ്മെ ആ ഒന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവാണ് ശരീരത്തിലൂടെ പഠിക്കുന്നത്. സർവ്വതും ആത്മാവാണ് ശരീരത്തിലൂടെ ചെയ്യുന്നത്. ശരീരം വിനാശയാണ്. അതിനെ ആത്മാവ് ധാരണ ചെയ്ത് പാർട്ട് അഭിനയിക്കുന്നു. ആത്മാവിലാണ് മുഴുവൻ പാർട്ടും അടങ്ങിയിട്ടുള്ളത്. 84 ജന്മങ്ങളുടേതും ആത്മാവിൽ തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. ഏറ്റവും ആദ്യം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. ബാബ സർവശക്തിമാനാണ്. ബാബയിൽ നിന്നും നിങ്ങൾ കുട്ടികൾക്ക് ശക്തി ലഭിക്കുന്നു. യോഗത്തിലൂടെ കൂടുതൽ ശക്തി ലഭിക്കുന്നു. അതിലൂടെ നിങ്ങൾ പാവനമായി മാറുന്നു. ബാബ നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ മേൽ രാജ്യം ഭരിക്കുന്നതിൻ്റെ ശക്തി നൽകുന്നു. ഇത്രയും മഹത്തായ ശക്തി നൽകുന്നു. സയൻസിൻ്റെ ഗർവുള്ളവരും മറ്റും ഇത്രയും എല്ലാം ഉണ്ടാക്കുന്നത് വിനാശത്തിന് വേണ്ടിയാണ്. അവരുടെ ബുദ്ധി വിനാശത്തിന് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ബുദ്ധി അവിനാശി പദവി നേടുന്നതിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് വളരെയധികം ശക്തി ലഭിക്കുന്നു. അതിലൂടെ നിങ്ങൾ വിശ്വത്തിൻ്റെ മേൽ രാജ്യം നേടുന്നു. അവിടെ പ്രജകളുടെ രാജ്യമല്ല ഉണ്ടായിരിക്കുന്നത്. അവിടെയുള്ളത് രാജാവിൻ്റെയും റാണിയുടെയും രാജ്യമാണ്. ഉയർന്നതിലും ഉയർന്നത് ഭഗവാനാണ്. ഓർമ്മിക്കുന്നതും ആ ഒന്നിനെ തന്നെയാണ്. ലക്ഷ്മി നാരായണന്മാരുടെ ക്ഷേത്രം ഉണ്ടാക്കി പൂജിക്കുന്നു. എങ്കിലും ഉയർന്നതിലും ഉയർന്നത് ഭഗവാൻ എന്ന് പാടപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഈ ലക്ഷ്മി നാരായണന്മാർ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ഉയർന്നതിലും ഉയർന്ന വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കുന്നത് പരിധിയില്ലാത്ത ബാബയിൽ നിന്നാണ്. നിങ്ങൾക്ക് എത്ര ഉയർന്ന പദവിയാണ് ലഭിക്കുന്നത്? അപ്പോൾ കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടാകണം. ആരിൽ നിന്നാണോ എന്തെങ്കിലും ലഭിക്കുന്നത് ആ ഒന്നിനെ ഓർമ്മിക്കാറുണ്ടല്ലോ. കന്യകയ്ക്ക് പതിയോട് എത്ര സ്നേഹമുണ്ടായിരിക്കുന്നു. പതിക്ക് വേണ്ടി പ്രാണനും കൊടുക്കുന്നു. പതി മരിക്കുമ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു. ഇതാകട്ടെ പതിമാരുടെയും പതിയാണ്. നിങ്ങളെ എത്ര അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഉയർന്നതിലും ഉയർന്ന പദവി പ്രാപ്തമാക്കിക്കുവാനായി. അതിനാൽ നിങ്ങൾ കുട്ടികൾക്ക് എത്ര ലഹരി ഉണ്ടായിരിക്കണം. ദൈവിക ഗുണങ്ങളും നിങ്ങൾക്ക് ഇവിടെ ധാരണ ചെയ്യണം. വളരെ പേർക്ക് ഇപ്പോഴും ആസുരീയ അവഗുണങ്ങളുണ്ട്. അടിയും വഴക്കും കൂടുക, പിണങ്ങുക, സെന്ററിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കുക. ബാബയ്ക്കറിയാം, വളരെയധികം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാമം മഹാശത്രുവാണ്. ക്രോധവും ഒട്ടും കുറഞ്ഞ ശത്രുവല്ല. ഇന്ന ആളോട് സ്നേഹമുണ്ട്, എന്നോട് എന്തുകൊണ്ടില്ല? ഇന്ന കാര്യം ഇന്നയാളോട് ചോദിച്ചു, എന്നോട് എന്തുകൊണ്ട് ചോദിച്ചില്ല? ഇങ്ങനെയെല്ലാം പറയുന്ന സംശയബുദ്ധികൾ ധാരാളമുണ്ട്. രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയല്ലേ?
ഇങ്ങനെയുള്ളവർ എന്ത് പദവി നേടും? പദവിയിൽ വളരെയധികം വ്യത്യാസമുണ്ടായിരിക്കുന്നു. തോട്ടിപ്പണി ചെയ്യുന്നവരെയും നോക്കൂ, നല്ല നല്ല കൊട്ടാരങ്ങളിൽ കഴിയുന്നു. ചിലർ മറ്റെവിടെയെങ്കിലും കഴിയുന്നു. ഓരോരുത്തർക്കും തൻ്റെ പുരുഷാർത്ഥം ചെയ്ത് ദൈവിക ഗുണങ്ങൾ നല്ല രീതിയിൽ ധാരണ ചെയ്യണം. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ ആസുരീയ ആക്ടിവിറ്റി ഉണ്ടാകുന്നു. എപ്പോൾ ദേഹി അഭിമാനിയായി നല്ല രീതിയിൽ ധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഉയർന്ന പദവി നേടാം. പുരുഷാർത്ഥം ഇപ്രകാരം ചെയ്യണം. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നതിൻ്റേത് ആർക്കും ദുഃഖം കൊടുക്കുവാൻ പാടില്ല. നിങ്ങൾ കുട്ടികൾ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്ന ബാബയുടെ കുട്ടികളാണ്. ആർക്കും തന്നെ ദുഃഖം നൽകരുത്. ആരാണോ സെന്റർ സംരക്ഷിക്കുന്നത് അവരുടെ മേൽ വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ബാബ പറയുന്നു, കുട്ടികളെ, അഥവാ ഏതെങ്കിലും തെറ്റ് ചെയ്യുന്നുവെങ്കിൽ 100 മടങ്ങ് ശിക്ഷയുണ്ടാകും. ദേഹാഭിമാനം ഉണ്ടാകുന്നതിലൂടെ വലിയ നഷ്ടമുണ്ടാകുന്നു. കാരണം നിങ്ങൾ ബ്രാഹ്മണർ നന്നാക്കുന്നതിനു വേണ്ടി നിമിത്തമായിരിക്കുന്നു. അഥവാ സ്വയം തന്നെ നല്ലതാകുന്നില്ല എങ്കിൽ മറ്റുള്ളവരെ എന്ത് നന്നാക്കും? വളരെയധികം നഷ്ടമുണ്ടാകുന്നു. പാണ്ഡവ ഗവൺമെന്റ് ആണല്ലോ. ഉയർന്നതിലും ഉയർന്നത് ബാബയാണ്. ആ ഒന്നിൻ്റെ കൂടെ ധർമ്മരാജനുമുണ്ട്. ധർമ്മരാജനിലൂടെ വളരെ വലിയ ശിക്ഷ അനുഭവിക്കുന്നു. അങ്ങനെയുള്ള ചില കർമ്മങ്ങൾ ചെയ്യുന്നു. അതിലൂടെ വളരെയധികം നഷ്ടമുണ്ടാകുന്നു. കണക്കുകൾ തന്നെ കണക്കുകളാണ്. ബാബയുടെ അടുക്കൽ മുഴുവൻ കണക്കും ഉണ്ടായിരിക്കുന്നു. ഭക്തിമാർഗത്തിലും കണക്ക് തന്നെ കണക്കാണ്. ഭഗവാൻ നിങ്ങളുടെ കണക്കെടുക്കും എന്ന് പറയുന്നുമുണ്ട്. ഇവിടെ ബാബ സ്വയം പറയുന്നു, ധർമ്മരാജൻ വളരെയധികം കണക്കെടുക്കും. പിന്നെ ആ സമയത്ത് എന്തു ചെയ്യുവാൻ സാധിക്കും? സാക്ഷാത്കാരമുണ്ടാകും. നമ്മൾ ഇന്നതെല്ലാം ചെയ്തു എന്ന്. അവിടെ ആകട്ടെ അടികൊള്ളുന്നില്ല. ഇവിടെയാണ് വളരെയധികം അടികൊള്ളേണ്ടി വരുന്നത്. കുട്ടികളായ നിങ്ങൾക്ക് സത്യയുഗത്തിൽ ഗർഭജയിലിലേക്ക് വരേണ്ടതില്ല. അവിടെയാകട്ടെ ഗർഭ കൊട്ടാരമാണ്. ഏതെങ്കിലും പാപമോ മറ്റോ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യഭാഗ്യം നേടുന്നതിന് വേണ്ടി കുട്ടികൾ വളരെയധികം ജാഗ്രതയോടെ ഇരിക്കണം. ചില കുട്ടികൾ ബ്രാഹ്മണിയേക്കാളും തീവ്രമായി പോകുന്നു. ഭാഗ്യം ബ്രാഹ്മണിയേക്കാൾ ഉയർന്നതാകുന്നു. ഇതും ബാബ മനസ്സിലാക്കിച്ചു തന്നു. നല്ല രീതിയിൽ സേവനം ചെയ്യുന്നില്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളിലേക്ക് ദാസദാസിമാരാകും. ബാബ മുന്നിൽ വരുമ്പോൾ തന്നെ കുട്ടികളോട് ചോദിക്കുന്നു, കുട്ടികളെ, ദേഹി അഭിമാനിയായി ആണോ ഇരിക്കുന്നത്? കുട്ടികൾക്ക് വേണ്ടി ബാബയുടെ മഹാവാക്യമാണ്, കുട്ടികളെ, ആത്മാഭിമാനി ആകുന്നതിനുള്ള വളരെയധികം പുരുഷാർത്ഥം ചെയ്യണം. ചുറ്റി സഞ്ചരിക്കുമ്പോഴും വിചാരസാഗര മഥനം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ വളരെ വേഗം ഈ നരകത്തിൻ്റെ മോശമായ ലോകത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് പോകട്ടെ എന്ന് മനസ്സിലാക്കുന്ന വളരെയധികം കുട്ടികളുണ്ട്. ബാബ പറയുന്നു, നല്ല നല്ല മഹാരഥികളും യോഗത്തിൽ വളരെയധികം ഫെയിലാണ്. അവരെയും പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. യോഗം ഇല്ലെങ്കിൽ പൂർണ്ണമായും വീണുപോകും. ജ്ഞാനമാണെങ്കിൽ വളരെ സഹജമാണ്. മുഴുവൻ ഹിസ്റ്ററിയും ജോഗ്രഫിയും ബുദ്ധിയിൽ വരുന്നു. വളരെയധികം നല്ല നല്ല പുത്രിമാരുണ്ട്. അവർ എക്സിബിഷനിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ വളരെ തീവ്രമാണ്. പക്ഷേ യോഗമില്ല, ദൈവിക ഗുണങ്ങളുമില്ല. ഇടയ്ക്കിടയ്ക്ക് ചിന്തയുണ്ടാകുന്നു. ഇതുവരെയും എന്തെല്ലാമാണ് കുട്ടികളുടെ അവസ്ഥകൾ? ലോകത്തിൽ എത്ര ദുഃഖമാണ്. വേഗം വേഗം ഇത് സമാപ്തമായെങ്കിൽ പ്രതീക്ഷയിൽ ഇരിക്കുന്നു. വേഗം സുഖധാമത്തിൽ പോകട്ടെ എന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബയുമായി കൂടിക്കാഴ്ച നടത്തുവാനായി പിടയുന്നു. കാരണം ബാബ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നു. അങ്ങനെയുള്ള ബാബയെ കാണുന്നതിനായി പിടയുന്നു. ഇങ്ങനെയുള്ള ബാബയുടെ മുന്നിൽ പോയി ദിവസവും മുരളി കേൾക്കട്ടെ എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ യാതൊരു കുഴപ്പങ്ങളുടെയും കാര്യമുണ്ടായിരിക്കുന്നില്ല എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. പുറത്ത് കഴിയുമ്പോൾ എല്ലാവരോടും ബന്ധങ്ങൾ നിറവേറ്റേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ടാകും. അതിനാൽ
സർവരോടും ക്ഷമയോടെ ഇരിക്കാൻ ബാബ പറയുന്നു. ഇതിൽ വളരെയധികം ഗുപ്തമായ പ്രയത്നമുണ്ട്. ഓർമ്മയുടെ പ്രയത്നം ആരിൽ നിന്നും എത്തിച്ചേരുന്നില്ല. ഗുപ്തമായ ഓർമ്മയിലിരിക്കണം. ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ചും നടക്കണം. ദേഹാഭിമാനം കാരണം ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് നടക്കുന്നില്ല. പറയുന്നു, ചാർട്ട് ഉണ്ടാക്കൂ, എങ്കിൽ വളരെയധികം ഉന്നതി ഉണ്ടാകും. ഇത് ആരാണ് പറഞ്ഞത്? ശിവ് ബാബ. ടീച്ചർ ഒരു കാര്യം നൽകുമ്പോൾ അത് ചെയ്തുകൊണ്ട് വരാറില്ലേ? ഇവിടെ നല്ല നല്ല കുട്ടികളെയും മായ ചെയ്യുവാൻ അനുവദിക്കുന്നില്ല. നല്ല നല്ല കുട്ടികളുടെ ചാർട്ട് ബാബയുടെ അടുക്കൽ വരുന്നെങ്കിൽ ബാബ പറയും, നോക്കൂ എങ്ങനെ ഓർമ്മയിലിരിക്കുന്നു എന്ന്. നമ്മൾ ആത്മാക്കൾ ഒരു പ്രിയതമൻ്റെ പ്രിയതമകളാണ് എന്ന് മനസ്സിലാക്കുന്നു. ആ ഭൗതികമായ പ്രിയതമനും പ്രിയതമയും അനേകം പ്രകാരത്തിലുണ്ട്. നിങ്ങൾ വളരെ പുരാതന പ്രിയതമകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ദേഹി അഭിമാനിയാകണം. കുറച്ചൊക്കെ സഹിക്കേണ്ടിയും വരും. മിയാമിട്ടോ ആകരുത്. അതായത് കാര്യം മനസ്സിലാക്കാതെ ഏറ്റു പറയുന്നവർ ആകരുത്. എല്ലുകളും നൽകൂ എന്ന് ബാബ പറയുന്നില്ല. ബാബ പറയുന്നു, ആരോഗ്യം നല്ല രീതിയിൽ സംരക്ഷിക്കൂ, എങ്കിൽ സേവനവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. രോഗിയാണെങ്കിൽ അങ്ങനെ കിടന്നു പോകും. ചിലരും ഹോസ്പിറ്റലിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുവാനുള്ള സേവനം ചെയ്യുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറയും, ഇവർ ഫരിഷ്തയാണ്. ചിത്രം കൂടെ കൊണ്ടുപോകുന്നു. ആരാണോ ഇങ്ങനെയൊക്കെ സേവനം ചെയ്യുന്നത് അവരെ ദയാമനസ്കർ എന്ന് പറയും. സേവനം ചെയ്യുന്നു. അപ്പോൾ ചിലരൊക്കെ വരാൻ തുടങ്ങുന്നു. എത്രത്തോളം ഓർമ്മയുടെ ബലത്തിലിരിക്കുമോ അത്രയും നിങ്ങൾ മനുഷ്യരെ ആകർഷിക്കും. ഇതിൽ തന്നെയാണ് ശക്തിയുള്ളത്. പ്യൂരിറ്റി ഫസ്റ്റ് പറയുന്നുമുണ്ട്. ആദ്യം പ്യൂരിറ്റി, പീസ്, പിന്നെ പ്രോസ്പെരിറ്റി. ഓർമ്മയുടെ ബലത്തിലൂടെയാണ് നിങ്ങൾ പവിത്രമാകുന്നത്. പിന്നീടാണ് ജ്ഞാനബലം. ഓർമ്മയിൽ ദുർബലമാകരുത്. ഓർമ്മയിലാണ് വിഘ്നം വരുന്നത്. ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ നിങ്ങൾ പവിത്രവുമാകും. ദൈവിക ഗുണങ്ങളും വന്നു ചേരും. ബാബയുടെ മഹിമ അറിയുന്നുണ്ടല്ലോ. ബാബ എത്ര സുഖം നൽകുന്നു. 21 ജന്മത്തേക്ക് വേണ്ടി നിങ്ങളെ സുഖത്തിന് യോഗ്യരാക്കി മാറ്റുന്നു. ഒരിക്കലും ആർക്കും ദുഃഖം നൽകുവാൻ പാടില്ല. പല കുട്ടികളും ഡിസർവീസ് ചെയ്ത് സ്വയം തന്നെ ശപിക്കുന്നത് പോലെയാണ്. മറ്റുള്ളവരെ വളരെയധികം ശല്യം ചെയ്യുന്നു. കുപുത്രൻ ആകുന്നുവെങ്കിൽ സ്വയം തന്നെ ശപിക്കുകയാണ്. ഡിസർവീസ് ചെയ്യുന്നതിലൂടെ പൂർണ്ണമായും നിലം പതിക്കുന്നു. വളരെയധികം കുട്ടികൾ വികാരത്തിൽ വീണുപോകുന്നു, അല്ലെങ്കിൽ ക്രോധത്തിൽ വന്ന് പഠനം ഉപേക്ഷിക്കുന്നു. അനേകം പ്രകാരത്തിലുള്ള കുട്ടികൾ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ നിന്നും റിഫ്രഷായി പോകുന്നു. അപ്പോൾ തെറ്റിൻ്റെ പശ്ചാത്താപം നടക്കുന്നു. എങ്കിലും പശ്ചാത്താപത്തിലൂടെ മാപ്പുണ്ടാകുന്നില്ല. ബാബ പറയുന്നു, സ്വയം തന്നെ തനിക്ക് മാപ്പ് നൽകൂ, ഓർമ്മയിലിരിക്കൂ. ബാബ ആർക്കും ക്ഷമ നൽകുന്നില്ല. ഇത് പഠനമാണ്. ബാബ പഠിപ്പിക്കുന്നു. കുട്ടികൾക്ക് സ്വയം തന്നോട് കൃപ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. നല്ല മാനേഴ്സ് വയ്ക്കണം. ബാബ ബ്രാഹ്മണിയോട് പറയുന്നു, രജിസ്റ്റർ കൊണ്ടുവരൂ. ഓരോരുത്തരുടെയും സമാചാരം കേട്ട് അറിവ് നൽകുന്നു. അപ്പോൾ ബ്രാഹ്മണി റിപ്പോർട്ട് നൽകി എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ ഡിസർവീസ് ചെയ്യുവാനും തുടങ്ങുന്നു. വലിയ പ്രയത്നമുണ്ടാകുന്നു. മായ വലിയ ശത്രുവാണ്. കുരങ്ങനിൽ നിന്നും ക്ഷേത്രത്തിൽ ഇരിക്കുന്നവർ ആകാൻ അനുവദിക്കുന്നില്ല. ഉയർന്ന പദവി നേടുന്നതിന് പകരം പൂർണ്ണമായും നിലം പതിക്കുന്നു. പിന്നെ ഒരിക്കലും എഴുന്നേൽക്കുവാൻ സാധിക്കില്ല. മരിച്ചു പോകുന്നു. ബാബ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കിച്ചു തരുന്നു, വിശ്വത്തിൻ്റെ അധികാരിയാവുക എന്നത് വളരെ ഉയർന്ന ലക്ഷ്യമാണ്. ഉയർന്ന വ്യക്തിയുടെ കുട്ടികൾ വളരെ റോയൽറ്റിയോടെ നടക്കുന്നു. ഇവിടെയും അച്ഛൻ്റെ മാനം പോകരുത് എന്ന് പറയും. നിങ്ങളുടെ അച്ഛൻ എത്ര നല്ലതാണ്, നിങ്ങളെത്ര കുപുത്രനാണ്.
നിങ്ങൾ തൻ്റെ അച്ഛൻ്റെ മാനം കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഓരോരുത്തരും തൻ്റെ മാനം കളയുന്നു. വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നു. ബാബ വാർണിംഗ് നൽകുന്നു, വളരെ ജാഗ്രതയോടെ നടക്കൂ. ജയിൽ ബേർഡ്സ് ആകരുത്. ജയിൽ ബേർഡ്സും ഇവിടെയുണ്ട്. സത്യയുഗത്തിലാകട്ടെ ജയിലൊന്നും ഉണ്ടായിരിക്കില്ല. എങ്കിലും പഠിച്ച് ഉയർന്ന പദവി നേടേണ്ടതാണ്. അലംഭാവം കാണിക്കരുത്, ആർക്കും ദുഃഖം നൽകരുത്. ഓർമ്മയുടെ യാത്രയിലിരിക്കും. ഓർമ്മ തന്നെയാണ് ഉപയോഗത്തിൽ വരുന്നത്. എക്സിബിഷനിലും മുഖ്യമായ കാര്യം ഇത് പറഞ്ഞു കൊടുക്കൂ. ബാബയുടെ ഓർമ്മയിലൂടെയാണ് പാവനമാകുന്നത്. പാവനമാകുന്നതിന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇതാകട്ടെ പതീത ലോകമാണ്. സർവരുടെയും സദ്ഗതി ചെയ്യുന്നതിന് ഒരേ ഒരു ബാബ വരുന്നു. ക്രൈസ്റ്റിനോ ബുദ്ധനോ മറ്റോ ആരുടെയും സദ്ഗതി ചെയ്യുവാൻ സാധിക്കില്ല. പിന്നെ ബ്രഹ്മാവിൻ്റെയും പേര് പറയുന്നു. ബ്രഹ്മാവിനെ സദ്ഗതി ദാതാവ് എന്ന് പറയാൻ സാധിക്കില്ല. ബ്രഹ്മാവ് ദേവി ദേവതാ ധർമ്മത്തിന് നിമിത്തമാകുന്നു. ദേവി ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ശിവ് ബാബയാണ് ചെയ്യുന്നത്. എങ്കിലും പേര് ഉണ്ടായിരിക്കുന്നുവല്ലോ, ബ്രഹ്മ വിഷ്ണു ശങ്കർ എന്ന്. ത്രിമൂർത്തി ബ്രഹ്മ എന്ന് പറയുന്നു. ബാബ പറയുന്നു, ഇദ്ദേഹവും ഗുരുവല്ല, ഗുരു ഒന്ന് മാത്രമാണ്. ആ ഒന്നിലൂടെ നിങ്ങൾ ആത്മീയ ഗുരുവാകുന്നു. ബാക്കി അവരാകട്ടെ ധർമ്മസ്ഥാപകരാണ്. ധർമ്മസ്ഥാപകനെ സദ്ഗതി ദാതാവ് എന്നെങ്ങനെ പറയുവാൻ സാധിക്കും? ഇത് മനസ്സിലാക്കാനുള്ള വളരെ ഡീപ്പായ കാര്യങ്ങളാണ്. അന്യധർമ്മസ്ഥാപകർ കേവലം ധർമ്മം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒന്നിൻ്റെ പിന്നാലെ എല്ലാവരും വരുന്നു. അവർക്ക് സർവരെയും തിരിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കില്ല. അവർക്കാണെങ്കിൽ പുനർജന്മത്തിൽ വരിക തന്നെ വേണം. എല്ലാവരെക്കുറിച്ചുമാണ് ഈ മനസ്സിലാക്കിച്ചു തരുന്നത്. സദ്ഗതിക്ക് വേണ്ടി ഒരു ഗുരു പോലും ഉണ്ടായിരിക്കുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഗുരു പതീത പാവനായ ഒരാൾ മാത്രമാണ്. ആ ഒന്ന് സർവരുടെയും സദ്ഗതി ദാതാവാണ്, ലിബറേറ്ററാണ്. പറഞ്ഞു കൊടുക്കണം, നമ്മുടെ ഗുരു ഒന്ന് മാത്രമാണ്. ആ ഒന്ന് സദ്ഗതി നൽകുന്നു, ശാന്തിധാമിലേക്കും സുഖധാമിലേക്കും കൊണ്ടുപോകുന്നു. സത്യയുഗത്തിൻ്റെ ആദിയിൽ വളരെ കുറച്ചു പേരാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ ആരുടെ രാജ്യമായിരുന്നു? ചിത്രം കാണിച്ചു കൊടുക്കുമല്ലോ. ഭാരതവാസികൾ തന്നെ അംഗീകരിക്കും. ദേവതമാരുടെ പൂജാരിമാർ ഉടൻ അംഗീകരിക്കും. തീർച്ചയായും ഇവർ സ്വർഗത്തിൻ്റെ അധികാരികളാണ്. സ്വർഗത്തിൽ ഇവരുടെ രാജ്യമായിരുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും എവിടെയായിരുന്നു? നിരാകാരി ലോകത്തിലായിരുന്നു എന്ന് തീർച്ചയായും പറയും. ഇതും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. മുൻപ് യാതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും 5000 വർഷം മുമ്പ് ഭാരതത്തിൽ ഇവരുടെ രാജ്യമായിരുന്നു. എപ്പോഴാണോ ജ്ഞാനത്തിൻ്റെ പ്രാപ്തി പൂർത്തിയാകുന്നത്, അപ്പോൾ പിന്നെ ഭക്തി മാർഗം ആരംഭിക്കുന്നു. പിന്നീട് ആവശ്യം പഴയ ലോകത്തോടുള്ള വൈരാഗ്യമാണ്. ഇപ്പോൾ നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോകും. ഇത്രമാത്രം. പഴയ ലോകത്തു നിന്നും മനസ്സ് മാറുന്നു. അവിടെ പതിയും കുട്ടികളുമെല്ലാം ഇങ്ങനെയുള്ളത് ലഭിക്കും. പരിധിയില്ലാത്ത ബാബ നമ്മെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. ആരാണോ വിശ്വത്തിൻ്റെ അധികാരിയാകുന്ന കുട്ടികൾ, അവരുടെ ചിന്തകൾ വളരെ ഉയർന്നതും പെരുമാറ്റം വളരെ റോയലുമായിരിക്കും. ഭക്ഷണം തീരെ കുറഞ്ഞു പോകാനോ കൂടുതൽ ആർത്തി ഉണ്ടാകുവാനോ പാടില്ല. ഓർമ്മയിൽ ഇരിക്കുന്നവരുടെ ഭക്ഷണം പോലും വളരെ സൂക്ഷ്മമായിരിക്കും. വളരെ പേർക്ക് ആഹാരത്തിലും ബുദ്ധി പോകുന്നു. കുട്ടികളായ നിങ്ങൾക്കാകട്ടെ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നതിൻ്റെ സന്തോഷമുണ്ട്. സന്തോഷം പോലൊരു ആഹാരമില്ല എന്ന് പറയുന്നു. ഇങ്ങനെ സന്തോഷത്തിൽ സദാ ഇരിക്കൂ. അപ്പോൾ ആഹാരപാനീയങ്ങളും വളരെ കുറഞ്ഞു വരും. വളരെയധികം കഴിക്കുന്നതിലൂടെ ഭാരിച്ചതായി മാറുന്നു. പിന്നെ ഉറക്കം തോന്നുന്നു. പിന്നെ പറയും, ബാബ ഉറക്കം വരുന്നു. ഭക്ഷണം സദാ ഏകരസമായിരിക്കണം. നല്ല ഭക്ഷണമാണെങ്കിൽ വളരെയധികം കഴിക്കണം എന്നത് പാടില്ല.
ശരി. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: നമ്മൾ ദുഃഖം ഹരിച്ച് സുഖം തരുന്ന ബാബയുടെ കുട്ടികളാണ്. നമ്മൾ ആർക്കും തന്നെ ദുഃഖം നൽകരുത്. ഡിസർവീസ് ചെയ്ത് സ്വയം തന്നെ ശപിക്കരുത്. തൻ്റെ ചിന്തകൾ വളരെ ഉയർന്നതും റോയലും ആക്കി വയ്ക്കണം. ദയാമനസ്കരായി സർവീസിൽ തൽപരരായിരിക്കണം. ആഹാരപാനീയങ്ങളിൽ ഉള്ള ആർത്തി ഉപേക്ഷിക്കണം. വരദാനം: ഓണസ്റ്റ് ആയി സ്വയം തന്നെ ബാബയുടെ മുന്നിൽ സ്പഷ്ടമാക്കുന്ന കയറുന്ന കലയുടെ അനുഭവിയായി ഭവിക്കട്ടെ. സ്വയം ആരാണോ എങ്ങനെയാണോ അതേപോലെ ബാബയുടെ മുന്നിൽ പ്രത്യക്ഷമാക്കുക. ഇത് തന്നെയാണ് ഏറ്റവും വലുതിലും വലിയ കയറുന്ന കലയുടെ ഉപാധി. ബുദ്ധിയിൽ അനേകം പ്രകാരത്തിലുള്ള ഏതൊരു ഭാരമാണോ ഉള്ളത് അവയെ സമാപ്തമാക്കുന്നതിനുള്ള സഹജയുക്തി ഇത് തന്നെയാണ്. ഓണസ്റ്റ് ആയി സ്വയം തന്നെ ബാബയുടെ മുന്നിൽ സ്പഷ്ടമാക്കുക എന്നാൽ പുരുഷാർത്ഥത്തിൻ്റെ മാർഗം സ്പഷ്ടമാക്കുക എന്നർത്ഥം. എപ്പോഴെങ്കിലും കൗശലത്തോടെ മന്മത്തിൻ്റെയോ പരമത്തിൻ്റെയോ പ്ലാൻ ഉണ്ടാക്കി ബാബയുടെയും നിമിത്തമായ ആത്മാക്കളുടെയും മുന്നിൽ ഏതെങ്കിലും കാര്യം വയ്ക്കുകയാണെങ്കിൽ ഇത് ഓണസ്റ്റി അല്ല. ഓണസ്റ്റി എന്നാൽ ഏതുപോലെ ബാബ ആരാണോ എങ്ങനെയാണോ കുട്ടികളുടെ മുന്നിൽ പ്രത്യക്ഷമാണ്, അതേപോലെ കുട്ടികൾ ബാബയുടെ മുന്നിൽ പ്രത്യക്ഷം ആകണം എന്നാണ്. സ്ലോഗൻ: ആരാണോ സ്വയം സദാ സർവസ്വത്യാഗിയുടെ പൊസിഷനിൽ ഇരിക്കുന്നത് അവരാണ് സത്യമായ തപസ്വി. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. വർത്തമാനം ഭാവിയുടെ ദർപ്പണമാണ്. വർത്തമാനത്തിലെ സ്റ്റേജിലൂടെ, അതായത് ദർപ്പണത്തിലൂടെ തൻ്റെ ഭാവിയെ സ്പഷ്ടമായി കാണുവാൻ സാധിക്കും. ഭാവിയിൽ രാജ്യാധികാരി ആകുന്നതിന് വേണ്ടി ചെക്ക് ചെയ്യൂ. വർത്തമാനത്തിൽ എന്നിൽ റൂളിംഗ് പവർ എത്രത്തോളമുണ്ട്? ആദ്യം സൂക്ഷ്മ ശക്തികളുടെ മേൽ, വിശേഷ കാര്യകർത്താക്കളായ സങ്കല്പശക്തിയുടെ മേൽ, ബുദ്ധിയുടെ മേൽ പൂർണ്ണ അധികാരം ഉണ്ടാകണം. അപ്പോൾ തൻ്റെ ഭാവി ഉജ്ജ്വലമാക്കുവാൻ സാധിക്കും. ഓം ശാന്തി. ശാന്തി സാഗരനായ ബാബയുടെ ഓർമ്മയിൽ ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിൽ ഏകാഗ്രമായി സ്ഥിതി ചെയ്യവേ ശാന്തതയുടെ ഗഹനമായ അനുഭവം എനിക്കുണ്ടാവുകയാണ്. അനുപമമായ ശാന്തിയുടെ അനുഭവത്തിൽ ഞാൻ ലയിച്ചിരിക്കുകയാണ്. ഈ ഗഹനമായ ശാന്തതയുടെ അനുഭവത്തിലിരിക്കുമ്പോൾ ഈ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ഇപ്പോൾ ആവശ്യം മനസ്സിൻ്റെ സത്യമായ ശാന്തിയാണ് എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ശാന്തിയുടെ മഹാദാനിയായി മാറുകയാണ്.
സ്വാഭാവികമായി തന്നെ എൻ്റെ ആത്മജ്യോതിസിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ വ്യാപിക്കുകയാണ്. എൻ്റെ സൂക്ഷ്മ സങ്കല്പ ശക്തി കൊണ്ട് ഈ ശാന്തിയുടെ കിരണങ്ങളെ ഞാൻ വിശ്വത്തിലെ അശാന്തമായ ആത്മാക്കളുടെ നേർക്ക്, ശാന്തിക്ക് വേണ്ടി ദാഹിക്കുന്ന ആത്മാക്കളുടെ നേർക്ക് അയക്കുകയാണ്. ബാബയിൽ നിന്നും പ്രാപ്തമായ ഈ ഗഹനമായ ശാന്തിയുടെ അമൂല്യ ഖജനാവ് എൻ്റെ സഹോദര ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ദാനം ചെയ്യുകയാണ്. ഈ ഗഹന ശാന്തിയുടെ പ്രകാശസ്പർശം ഏൽക്കുമ്പോൾ ആത്മാക്കൾ ശാന്തമായി മാറട്ടെ. ആത്മാക്കളിൽ ശാന്തിയുടെ ഈശ്വരീയ ഖജനാവ് നിറയട്ടെ. അവർ ശാന്തി സമ്പന്നമാകട്ടെ.